ഇനി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക. ഇമാമ് എവിടെ ഇമാം വെക്കണം? പുരുഷനാണ് മരിച്ചതെങ്കിൽ നെഞ്ചിനോടും തലയോടും ചേർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇമാമ് നിൽക്കുക. ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ സ്ത്രീയുടെ മധ്യഭാഗത്ത് വയറിന്റെ ഭാഗത്തേക്ക് ഇമാമ് നിൽക്കുക. ഒരു സ്ഥലത്ത് ഒരുപാട് ജനാസകൾ കൊണ്ടുവന്നോ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത് പുരുഷന്മാരെയാണ്, പിന്നെ കുട്ടികൾ, പിന്നെ കിബിലനോട് ഏറ്റവും അടുത്ത് സ്ത്രീകളെയാണ് കിടത്തേണ്ടത്. അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ? ചിലർക്കൊക്കെ ചില തർക്കങ്ങൾ, സംശയങ്ങൾ പറയാറുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, പള്ളിയിൽ വെച്ചുകൊണ്ട് ജനാസ നിസ്കാരം നടത്താൻ പറ്റുമോ എന്നൊരു സംശയം രേഖപ്പെടുത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, നബിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുക്കണം, ജനാസ നമസ്കാരം നബി പള്ളിയിൽ വെച്ചിട്ടല്ലേ നമസ്കരിച്ചത്, നിങ്ങൾ അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിലും ജനാസ നമസ്കാരം നടത്താൻ വിലക്കൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ റളിയല്ലാഹു അൻഹും അവരുടെ എല്ലാം മയ്യിത്ത് നമസ്കാരം നടന്നത് പള്ളിയിൽ വെച്ചായി സാദുൽ മആദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും സഹോദരങ്ങളെ, ജമാഅത്തായി നമസ്കരിക്കുകയാണ്. നമ്മുടെ ആ ജനാസന്റെ കാര്യത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആള് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ 5, 8, 10 സഫ് ഉണ്ടാവും. ഇനി അഥവാ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആള് കുറവുള്ള ജമാഅത്താണെങ്കിൽ ഉള്ള ആളുകളെ 3 ആക്കി തിരിക്കാം. ഒറ്റ ജമാഅത്തായിട്ട് നിർവഹിക്കാതെ 3 സഫെങ്കിലുമാക്കി നമസ്കരിക്കാൻ. മാമിൻ മുസ്ലിമിൻ യമൂതു ഫയുസല്ലി അലൈഹി സലാസതി സുഫൂഫിൻ മിനൽ മുസ്ലിമീന ഇല്ലാ ഔജബ്. 3 സഫുകളെങ്കിലും ആയിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസന്റെ അടുത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കാണ്. വമഅഹു സബ്അതു നഫരിൻ, ആകെയുള്ളത് 7 പേരായിരുന്നു. ചില പെട്ടെന്നുള്ള ജനാസ മറവിയൻ്റെ ഒക്കെ ഉണ്ടാവും. ഫജഅല സലാസത സഫാൻ, നബി ആ 7 പേരെ 3 ആക്കി തിരിച്ചു. വസ്നൈനി സഫൻ വവാഹിദൻ സഫാ, ഉള്ളവരെ വിഭജിച്ച് 3 ആക്കി തിരിച്ചിട്ട് അങ്ങനെ നമസ്കരിച്ചു. ഇനി പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകളെ കൂടെ കിതാബുകളിൽ പറയുന്നുണ്ട്. എല്ലാ സമയത്തും ഒരുപോലെയല്ല. നോർമലി ഒരു മയ്യത്തിനെ എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് മറവ് ചെയ്യാം, 3 സമയത്തൊഴികെ. നമസ്കാരം വിലക്കപ്പെട്ട 3 സമയമുണ്ട്. ആ സമയത്ത് പരമാവധി ജനാസ ഖബറടക്കുന്നത് ഒഴിവാക്കലാണ് നല്ലത്. എന്നാൽ അത്യാവശ്യ ഘട്ടമാണെങ്കിൽ അതും വിലക്കപ്പെട്ടതല്ല. ആ 3 സമയം ഏതാ? രാവിലെ സൂര്യന്റെ ഉദയം തുടങ്ങിയിട്ട് സൂര്യൻ ഉദിച്ചുയർന്ന സമയം വരെ. നമ്മുടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ നമ്മൾ നമസ്കരിക്കാതിരിക്കാറുണ്ടല്ലോ, അതെ. രണ്ടാമത്തെ സമയം സൂര്യൻ നട്ടുച്ച ഏറ്റവും മൂർധാവിന്റെ നിൽക്കൽ മധ്യഭാഗത്ത് എത്തി നിൽക്കുന്ന സമയം, 11:45, 12 മണി സമയമാകുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയം. ഒന്നുകിൽ ഇങ്ങോട്ട് തന്നണം, അല്ലെങ്കിൽ പിറകിലേക്ക്. മൂന്നാമത്തെ സമയം സൂര്യന്റെ അസ്തമയ സമയത്ത്, നമ്മുടെ മഗ്രിബിനെ അടുപ്പിച്ചുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നമസ്കരിക്കാതിരിക്കലാണ് നല്ലത് എന്ന് ഉലമാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ആളുകൾ ചോദിക്കുന്നതാണ് എപ്പോൾ ആര് ഇമാമ് നിൽക്കണമെന്നാണ്. ഇമാമ് നിൽക്കാൻ ഏറ്റവും യോഗ്യനായ ഒന്നാമത്തെയാള് വസിയത്തുള്ള വ്യക്തിയാണ്. ഒരാൾ മരിക്കുന്നതിന് മുന്നാൾ നിൽക്കണമെന്ന് വസിയത്ത് പറഞ്ഞ അയാളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്തുണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്. ഉമർ റളിയല്ലാഹുവിന്റെ വസിയത്ത് ഉണ്ടായിരുന്നു, സുഹൈബ് റളിയല്ലാഹുവിനെ നിയമിച്ചത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ വസിയത്ത് ഉണ്ടായിരുന്നു, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ വസിയത്ത് ഉണ്ടായിരുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം വസിയത്താണ്. രണ്ടാമത്തെ സ്ഥാനം, ഒരു നാട്, ഒരു ഇസ്ലാമിക ഭരണാധികാരി ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ആ അമീർ നിശ്ചയിക്കുന്ന ഒരാളുണ്ടാകും, അയാളെ നിൽക്കുക. ഇപ്പം തള്ളി മറിച്ചിട്ട് മക്കൾക്ക് കയറിക്കാനൊന്നും പറ്റൂല, അവിടെ ഒരു അമീറിനാണ് സ്ഥാനം. 3, ഒരു പള്ളിയിൽ കൊണ്ടുപോയാണ് ജനാസ നമസ്കരിക്കുന്നതെങ്കിൽ ആ പള്ളിയിലുള്ള ഇമാമിനാണ് അതിൻ്റെ ഇൻചാർജ്. അദ്ദേഹത്തോട് ചോദിച്ചോ അനുവാദമോ ഇല്ലാതെ മറ്റൊരാള്, ഒരു ഫർദ് നമസ്കാരമാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരാൾ ഇമാമ നിൽക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തിനും അദ്ദേഹത്തിനാണ് പ്രാധാന്യമുള്ളത് എന്നർത്ഥം. പിന്നീട് ഉലമാക്കന്മാര് രേഖപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇതിന് പറ്റുന്ന സ്ഥലമായിട്ടാണ് അല്ലാഹ് മണ്ണ് തെരഞ്ഞെടുത്തത്. അലം നജഅലിൽ അർള കിഫാത, നിങ്ങൾക്ക് ഈ ഭൂമി മതിയായതല്ലേ, അഹ്യാഅം വ അംവാത, ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവർക്കും പാകത്തിന് എല്ലാവർക്കും പറ്റും. ജീവിക്കുന്ന കാലം മണ്ണിന്റെ മേലെ, ജീവിതം കഴിഞ്ഞാൽ മണ്ണിന്റെ താഴെ.
പിന്നീട് അവനെ മരിപ്പിക്കുന്നു, പിന്നീട് അവനെ ഖബറടക്കുന്നു. ഖബറടക്കാൻ പറ്റിയ കോലത്തിലാണ് മനുഷ്യനെ പടച്ചിരിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും മാന്യത. കിതാബിൽ പറയാണ്, ഒരു മയ്യത്തിന് കൊടുക്കുന്ന ആദരവും ബഹുമാനവും പരിഗണനയും പുണ്യവും എല്ലാം ഖബറടക്കുന്നതിലാണ്. ആ മയ്യത്തെടുത്ത് ചുമലിൽ വെക്കുന്നത് പോലും മഹത്തരമായ സുന്നത്താണ്. അതിന് വേഗത്തിൽ കൊണ്ടുപോകാൻ, അഥവാ ഇനിയിപ്പോൾ ഇച്ചിരി ദൂരം വഴിക്കാണെങ്കിൽ മാത്രം വാഹനങ്ങളോ മൃഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. അല്ലാത്തിടത്തോളം വേഗത്തിൽ ചുമന്ന് കൊണ്ടുപോകലാണ് ഏറ്റവും അഫ്ദലായ രീതി. വേഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു സാവകാശം ആടിപ്പാടി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അസ്രിഉ ബിൽ ജനാസ, നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ജനാസയുമായി വേഗത്തിൽ പോകണം. ഫഇൻ തകു സാലിഹതൻ, ഒരു സാലിഹത്തായ ആത്മാവാണെങ്കിൽ ഫഖൈർ, എത്ര നല്ലതാണ്. തുഖദ്ദിമൂനഹാ ഇലൈ, അവൻ എത്ര നന്മയാണ് വരാനിരിക്കുന്നത്. ഒരു ശർറ് പിടിച്ച ആത്മാവാകുമോ നമുക്കറിയില്ല. ആണെങ്കിൽ എന്തിനാണ് നമ്മുടെ ചുമലിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ടാണെങ്കിലും വേഗത്തിൽ മറവ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു പോകുമ്പോൾ അതുപോലെ ശാന്തമായി, ശബ്ദകോലാഹലങ്ങളില്ലാതെ, മുദ്രാവാക്യങ്ങളില്ലാതെ, വീരവാദങ്ങളില്ലാതെ, ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദമുയർത്താതെ, മരണമോർത്ത് പരലോകമോർത്തുകൊണ്ട് ജനാസ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ അതിന്റെ ചില വിശദീകരണം, ചില ആദാബുകൾ പഠിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഹോദരിമാര് പഠിക്കണം, നഹീന അൻ ഇത്തിബാഇൽ ജനാസ, ജനാസനെ അനുഗമിക്കുന്നത് സ്ത്രീകൾക്ക് വിലക്കിയിട്ടുണ്ട്. ജനാസന്റെ പിന്നാലെ സ്ത്രീകൾ പോകാൻ പാടില്ല. ഖബർ പരമാവധി ആഴത്തിലാകാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഇഹ്ഫിറു, നന്നായി കുഴി കുഴിക്കണം. വഔസിഉ, വിശാലതയുണ്ടാക്കണം ആ ജനാസക്ക് പാകത്തിൽ. വഅമ്മികു, അതിനൽപ്പം ആഴത്തിലേക്ക് അത് കൊണ്ടുപോയി വെക്കണം. മൃഗങ്ങൾ മാന്തിയെടുക്കരുത്. ഏതെങ്കിലും മാന്തിയെടുക്കുന്ന മൃഗങ്ങൾ ഒരു ജനാസയും മാന്തിയെടുക്കാതിരിക്കാനാണ് അത്രയും ഭദ്രമായി താഴേക്ക് ഇറക്കി വെച്ച് കല്ലൊക്കെ ഇട്ട് മൂടി വെക്കാൻ പറഞ്ഞതൊരു എത്ര വലിയ മര്യാദയാണെന്ന് ആലോചിച്ച് നോക്കും. ഇദാ വളഅതും മൗതാകും ഫിൽ ഖുബൂർ, അങ്ങനെ ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കുമ്പോൾ ഫഖൂലു, നിങ്ങൾ ഇങ്ങനെ പറയണം, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്. എല്ലായിടത്തും ഇസ്ലാം അദബ് പഠിപ്പിച്ചു, മര്യാദയുണ്ട്. ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. അതൊക്കെ മറന്ന് നമ്മൾ മുൽക്ക് ഓതിക്കൊണ്ടിരിക്കുന്നു, ചിലർ യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നു, വേറെ ചിലർ എന്തൊക്കെയോ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന ആ നബിതങ്ങളുടെ ഒരു സുന്നത്തിൻ്റെ മാതൃക ഒരു മേഖലയിലും വിട്ടുപോകാതിരിക്കാൻ പഠനം ആവശ്യമാണ്, തിരിച്ചറിവ് ആവശ്യമാണ്, വായന ആവശ്യമാണ്. അള്ളാഹു നമുക്കെല്ലാം ഒരുപാട് നാഫിയായ ഇൽമ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതത്തിന് തയ്യാറാകണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ SIR-മായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസങ്ങൾക്കുള്ളിൽ അത് എത്തിക്കേണ്ട ഇടത്ത് കൃത്യമായി പൂരിപ്പിച്ച് നൽകാൻ എല്ലാവരും ജാഗ്രത കാണിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ മഹലുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളുടെയൊക്കെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വാതന്ത്ര്യത്തിന് വലിയ ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൽ വോട്ടിനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കും വലിയ സ്ഥാനമുണ്ടെന്നും അധികാര കസേരകളിൽ നിന്ന് താഴെ ഇറക്കാനും അധികാര കസേരകളിലേക്ക് കയറ്റിയിരുത്താനൊക്കെ നൽകുന്ന ഒരു അവസരമാണ് നമുക്ക് ജനാധിപത്യ രാജ്യത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത്.